വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് നോക്കിയാണ്, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയില്ല എന്നാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് പ്രോബ്ലംസ് ആണ് നോക്കിയത്. ഇനി യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു 3-4 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ ഈ ഒരു മൊഡ്യൂൾ ഏകദേശം ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A cylindrical slab 7.5 cm in diameter and 2 cm thick is surmounted by cube of 3.7 cm side. On the top of the cube rests a square pyramid of altitude 3.7 cm and side of base 2.5 cm. The axes of solids are in same line. Draw the isometric view of the combinations. ഓക്കെ, ഐസോമെട്രിക് വ്യൂ ആണ്. ഇപ്പോൾ ഐസോമെട്രിക് ലെങ്ത് കാര്യങ്ങളിലൊന്നും ആവശ്യമില്ല. ഇപ്പോൾ കുറച്ച് സിമ്പിളായി. ദെൻ നമ്മൾ നോക്കുമ്പോൾ കോമ്പിനേഷൻസ് ഓഫ് സോളിഡ്സ് ആണ്. ഇതുവരെ നമ്മൾ നോക്കിയതെല്ലാം ഒരു സിമ്പിൾ സോൾഡ് മാത്രമായിരുന്നു. ഇവിടെ നമ്മൾ വരുമ്പോൾ ഡിഫറെൻറ്റ് സോളിഡ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ് വരിക. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന സോൾഡ് ഒരു സിലിണ്ടറിക്കൽ സ്ലാബ് ഉണ്ട്, അതായത് ഒരു സിലിണ്ടർ ഉണ്ട്, തിക്നെസ് കുറവുള്ളൊരു സിലിണ്ടറിനെയാണ് സിലിണ്ടറിക്കൽ സ്ലാബ് എന്ന് പറയുക. ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ സ്ലാബ്, ദെൻ ഒരു ക്യൂബുണ്ട്, ക്യൂബിൻ്റെ മുകളിലൊരു സ്ക്വയർ പിരമിഡ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഫസ്റ്റ് ബേസ് ഇവിടെ ആകുമ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ആണ് ആദ്യം വരയ്ക്കുന്നത്, അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഈ ഒരു കോമ്പിനേഷൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കണം. ഓക്കെ, നമുക്ക് ആദ്യം വരയ്ക്കുന്നതിന് മുമ്പ് പൊസിഷൻ നോക്കണം, ഏറ്റവും താഴെ ഏതാണ്, അതിൻ്റെ മുകളിൽ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സിലിണ്ടറിക്കൽ സ്ലാബ് 7.5 cm ഡയമീറ്റർ 2 cm തിക്ക് ഈ സർമൗണ്ടഡ് ബൈ എ ക്യൂബ് എന്നാണ്. മെയിനായിട്ട് ഈ മോഡ്യൂളിൽ 2 വേർഡ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് സർമൗണ്ടഡ് ബൈയും വരാം, സർമൗണ്ടഡ് ഓണും വരാം. കോമൺ ആയിട്ട് കാണാറുള്ള വാക്കാണ് സർമൗണ്ടഡ് ബൈ. ഈ സർമൗണ്ടഡ് ബൈ അല്ലെങ്കിൽ സർമൗണ്ടഡ് ഓൺ വരാം, സർമൗണ്ടഡ് ഓൺ എന്ന് വരാം. ഓക്കെ, ഈ 2 വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരി കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാകും. ഓക്കെ, ഈ സർമൗണ്ടഡ് ബൈ എന്ന് പറഞ്ഞാൽ അതിന് മീനിങ്, ഈ സർമൗണ്ടഡ് ബൈ കഴിഞ്ഞുള്ള സോൾഡ് അത് ആദ്യം പറഞ്ഞ സോൾഡിൻ്റെ മുകളിലായിരിക്കും. അതായത് എക്സാമ്പിൾ വെച്ച് പറയാം, ഈ കേസിൽ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് സിലിണ്ടറിക്കൽ സ്ലാബ് ഈ സർമൗണ്ടഡ് ബൈ ക്യൂബ് എന്നാണ്. അതായത് സിലിണ്ടറിക്കൽ സ്ലാബ് ഈ സർമൗണ്ടഡ് ബൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീൻ സിലിണ്ടറിക്കൽ സ്ലാബിന് മുകളിലാണ് ക്യൂബ് ഇരിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ സിലിണ്ടറിക്കൽ സ്ലാബ് സർമൗണ്ടഡ് ബൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബാണ് മുകളിൽ. ഓക്കെ, ഇത് തിരിച്ച് പറയുകയാണെങ്കിൽ ക്യൂബ് ഈസ് സർമൗണ്ടഡ് ഓൺ എ സിലിണ്ടറിക്കൽ സ്ലാബ് എന്ന് പറയണം. ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ച് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ 2 വേർഡിങ്സും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ കേസിൽ സിലിണ്ടറിക്കൽ സ്ലാബ് ഈസ് സർമൗണ്ടഡ് ബൈ എ ക്യൂബ്. സിലിണ്ടറിക്കൽ സ്ലാബ് ഉണ്ട്, അതിൻ്റെ മുകളിലൊരു ക്യൂബ് ഉണ്ട്. ദെൻ വരുന്നത് റെസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ദ ക്യൂബ് റെസ്റ്റ് എ സ്ക്വയർ പിരമിഡ്. ക്യൂബിൻ്റെ മുകളിൽ ഒരു സ്ക്വയർ പിരമിഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പ് വ്യൂ. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര വരെ നോക്കാം, കാരണം സ്പേസ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. സിലിണ്ടറിൻ്റെ ഹൈറ്റ് 2 cm, ക്യൂബിൻ്റെ 3.7, അപ്പോൾ 3.7 ടു അറൗണ്ട് 6, 5.7 ആൻഡ് 3.7, ഏകദേശം 8, 9, 10 അടുത്ത് വരും. ഓക്കെ, അപ്പോൾ അത്രയും സ്പേസ് നമ്മൾ മുകളിൽ വിട്ടിട്ട് വേണം ടോപ്പ് വ്യൂ വരയ്ക്കാൻ. ടോപ്പിൽ നമുക്ക് വരുന്നത് 7.5 cm ടോപ്പ് വ്യൂ വരയ്ക്കാനുള്ള സ്പേസും നമ്മൾ നോക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. അതിൽ തന്നെ ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ ആയിരിക്കും വരയ്ക്കുക. ഏത് വേണമെങ്കിലും വരയ്ക്കാം, ടോപ്പ് വ്യൂ വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് തോന്നുന്നുണ്ട്. നേരെ ടോപ്പ് വ്യൂ വരയ്ക്കാം. ടോപ്പ് വ്യൂയിലുള്ളത് സിലിണ്ടറിക്കൽ സ്ലാബാണ്, 7.5 cm ഡയമീറ്റർ. ഓക്കെ, എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ സിലിണ്ടറിക്കൽ സ്ലാബാണ്, ഡയമീറ്റർ 7.5 ആണ്. അപ്പോൾ എന്തായാലും മുകളിൽ നിന്ന് എൻ്റയർലി വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഡാർക്ക് ആക്കാതെ ലൈറ്റായിട്ട് വരച്ച് പോവുക. ഓക്കെ, 7.5 cm ആണ് ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് ആകുമ്പോഴത്തേക്ക് 3.75 എടുക്കണം. ഓക്കെ, 3.75 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം.
ഇത് വലിയ ഫിഗർ ആയതുകൊണ്ട് സ്പേസിൻ്റെ ഒരു കൺസ്ട്രെയിൻ എന്തായാലും വരും, അല്ലെങ്കിൽ നേരെ വെച്ച് വരച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായേ. ഓക്കെ, ഇനിവേ നമ്മൾ ആ ഒരു സർക്കിള് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. 7.5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സർക്കിൾ വരച്ചു. ദെൻ അതിൻ്റെ മുകളിലുള്ളത് ക്യൂബാണ്, 3.75 സെൻറ്റിമീറ്റർ. സർക്കിൾ ആദ്യം വരയ്ക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടും. പക്ഷേ ഇതിനൊരു പ്രശ്നം വരും. ഇനി നമ്മൾ ഈ സെൻറ്റർ ഇവിടെ തന്നെ സെൻറ്റർ ആയിക്കൊണ്ട് വേണം സ്ക്വയർ വരയ്ക്കാൻ, അതായത് ക്യൂബിൻ്റെ ടോപ്പ് ആയിട്ടുള്ള സ്ക്വയർ വരയ്ക്കാൻ. ആദ്യം നമ്മൾ ആ സ്ക്വയർ വരച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ക്വയറിൻ്റെ ഡയഗണൽ വരച്ച് പെട്ടെന്ന് ആ സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സെൻറ്റർ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായേനെ. കുഴപ്പമില്ല, തിരിച്ചായാലും വരയ്ക്കാം. നമുക്കിനി ഇതിൻ്റെ മുകളിൽ വരുന്നത് ക്യൂബാണ്. ക്യൂബിൻ്റെ സൈഡ് 3.7 ആണ്. ഇപ്പോൾ 3.7 സൈഡ് വരുമ്പം 3.7ൻ്റെ ഹാഫ് മുകളിലേക്കും താഴേക്ക് എടുക്കണം, കാരണം ഇത് വേണം സെൻറ്ററായിട്ട് വരാൻ. 3.7ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും 1.85. സ്ക്വയർ നമുക്ക് ശരിക്കും പ്രിഫറബിൾ നേരത്തെ ഒരു മെത്തേഡാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു മെത്തേഡാണെങ്കിൽ നമ്മൾ ആദ്യം സ്ക്വയർ വരച്ചിട്ടായിരിക്കും അവിടെ സോൾഡ് വരയ്ക്കുക. കുറച്ചുകൂടെ സിമ്പിളായിട്ട് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ സ്ക്വയർ വരച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇവിടെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വരേണ്ടത് വീണ്ടും ഒരു സ്ക്വയർ പിരമിഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഡാർക്കായിട്ട് അറിയാം, കാരണം ഇതും ഫുൾ വിസിബിൾ ആയിരിക്കും. ഈ 3 ഓക്കെ. ഇപ്പോൾ 3.5ൻ്റെ ക്യൂബിൻ്റെ ടോപ്പിൽ നമ്മൾ വരച്ചു. ദെൻ അടുത്ത് വരയ്ക്കേണ്ടത് അതിൻ്റെ മുകളിലെ സ്ക്വയർ പിരമിഡാണ്. സ്ക്വയർ പിരമിഡിൻ്റെ സൈഡ് എന്ന് പറയുന്നത് സൈഡ് ഓഫ് ബേസ് 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ, 2.5 സെൻറ്റിമീറ്റർ ആണ് സ്ക്വയർ പിരമിഡിൻ്റെ സൈഡ്. 2.5ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1.25 എടുക്കണം. നമുക്ക് ഡാർക്കായിട്ട് തന്നെ അറിയാം, കാരണം വിസിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ ക്വസ്റ്റ്യനിൽ വരുന്നില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഡാർക്ക് ആക്കണ്ട, പിന്നെ ഡാർക്ക് ആക്കിയാൽ മതി. ഫുള്ള് വരച്ചിട്ട് ഡാർക്ക് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ ടോപ്പിംഗ് കംപ്ലീറ്റ് ആയി. ദെൻ പിരമിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയഗണൽസും ഡാർക്കായിട്ട് മാർക്ക് ചെയ്യാം. സോറി. ഓക്കെ, എൻ്റെ ഡയഗണലും ഡാർക്കായിട്ട് മാർക്ക് ചെയ്തു. ഇതാണ് നമുക്ക് വേണ്ട സോളിഡ്, കോമ്പിനേഷൻ ഓഫ് സോളിഡിനെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഞാൻ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഏറ്റവും താഴെയുള്ളത് സിലിണ്ടറാണ്. ഓക്കെ, ഇപ്പോൾ സിലിണ്ടറിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് സിലിണ്ടർ 2 എക്സ്ട്രീം എൻഡ്സും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഡാർക്ക് ആക്കാം, കുഴപ്പമൊന്നുമില്ല.
ഓക്കെ, അപ്പോൾ സിലിണ്ടറിക്കൽ സ്ലാബ് കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത വരുന്നത് ക്യൂബാണ്. ക്യൂബിൻ്റെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ക്യൂബിൻ്റെ ഹൈറ്റ് 3.7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 3.7 സെൻറ്റിമീറ്ററിൽ ക്യൂബ് വരച്ചു. സിലിണ്ടറായി, ക്യൂബായി. then അതിൻ്റെ മുകളിൽ വരുന്നത് സ്ക്വയർ പിരമിഡാണ്. സ്ക്വയർ പിരമിഡിൻ്റെ എൻഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റിന് വേണ്ടി നമുക്ക് ആക്സിസ് കൂടെ. ഓക്കെ, സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.7 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. നമുക്ക് നേരെ 3.7 വേണം. ഓക്കെ, 3.7 കിട്ടണമെങ്കിൽ ഓക്കെ 3.7 mm ഹൈറ്റ് മാർക്ക് ചെയ്തു. ദെൻ അവിടുന്ന് സ്പേസിൻ്റെ ഒരു കൺസ്ട്രെയിൻ കാരണം ഈ ഒരു ഇഷ്യൂ ഉണ്ടാകും. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സോൾഡായിരുന്നു. ടോപ്പ് വീലായിരുന്നു, നല്ല സ്പേസ് വേണമായിരുന്നു. ഫ്രണ്ട് വീൽ സ്പേസ് വേണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഇത് നെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും താഴെ തന്നെ ഐസോമെട്രിക് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് വ്യൂ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് റെഫറൻസ് ലൈൻ വരയ്ക്കാം. ഓക്കെ, റെഫറൻസ് ലൈൻ വരച്ചു. 1 എന്നുള്ളത് പോയിന്റ് മാർക്ക് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം സോളിനെ ബോക്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാണ്. അതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്ത അതേ സ്റ്റെപ്പാണ് ഇനി ചെയ്തത്. ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഫിഗറിനായിരിക്കണം വരയ്ക്കുന്നത്. നേരത്തെ നമ്മൾ സിമ്പിൾ സോൾഡാണ് വരച്ചത്. ഇപ്പോൾ നമ്മൾ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ്. അത്രയുള്ള ഡിഫറൻസ്. ബാക്കിയെല്ലാം എൻ്റയർലി സെയിം ആണ്. ബോക്സിന് നെയിം ചെയ്യുന്നു. 1 2 3 4 എന്ന് നെയിം കൊടുത്തു. ദെൻ ഒരു ബോക്സിൻ്റെ ഡയമെൻഷൻ ഇത് നമുക്കറിയാം ഹൊറിസോണ്ടലായിരിക്കും. കാരണം സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ ചുറ്റിലുള്ള ലൈൻസ് ഹൊറിസോണ്ടലാണ്, വെർട്ടിക്കലാണ് സിലിണ്ടർ. നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സിലിണ്ടറിൻ്റെ എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത്. നമുക്ക് വേഗം വരച്ചു പോകാം. ശ്രദ്ധിക്കുക, ഐസോമെട്രിക് വ്യൂ ആണ്, അതെപ്പോഴും ഓർക്കണം. നമുക്ക് ട്രൂ ലെങ്ത് വെച്ച് തന്നെ വരയ്ക്കാം. ഇവിടെ വീണ്ടും നമുക്ക് സ്പേസിൻ്റെ ലിമിറ്റേഷൻ വന്നു. നമുക്ക് കുറച്ചുകൂടെ നീക്കി തന്നെ എടുക്കാം. വണ്ണെന്നുള്ള പോയിന്റ് ശകലം ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് സ്പേസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും 1 ജസ്റ്റ് ആ സോഡിൽ ടച്ച് ചെയ്യാതാവുന്ന വേണം പറയാൻ. ഓക്കെ, അപ്പം ഈ ലൈൻ വേണ്ട. ഈ ലൈൻ ആക്ച്വലി
ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിൽ സ്പേസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ലൈൻ ഇങ്ങോട്ട് മാറ്റിയത്. ഓക്കെ, അപ്പോൾ 1 കിട്ടി. ഇത് 2 ആണ്. 0.4. താഴത്തെ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ സിലിണ്ടറിൻ്റെ ഏറ്റവും ബോട്ടം പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ, ഇപ്പോൾ നമുക്ക് രണ്ടിടത്തും ബോക്സ് വരച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ എലിപ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടോ ഫർദർ പ്രൊസീഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പ്രൊസീഡ് ചെയ്യാം. നമ്മൾ എലിപ്സ് വരച്ചിട്ട് പ്രൊസീഡ് ചെയ്യാനാണെങ്കിൽ 4 സെൻറ്റർ മെത്തേഡ് വഴിയാണ് എലിപ്സ് വരയ്ക്കുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു വേഗം വരച്ച് പോവാണ്. അത് മിഡ് പോയിൻ്റ് എല്ലാം മാർക്ക് ചെയ്യണം. ടോട്ടൽ 7.5 ആണ്, അതിൻ്റെ പകുതി 3.75. ഓക്കെ, അപ്പം മിഡ് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് 4 സെൻറ്റർ മെത്തേഡ് അപ്ലൈ ചെയ്ത് എലിപ്സ് വരയ്ക്കാം. ഇനി നമുക്കെല്ലാം തിന്നായിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇപ്പോഴേ ഡാർക്ക് ആക്കാതിരിക്കുന്നതാണ് സേഫ്. എലിപ്സൊക്കെ വരയ്ക്കുമ്പോൾ എന്തായാലും ചെറിയ ഇറേസൊക്കെ വരാം, അപ്പോഴത്തേക്കും മൊത്തം തെറ്റിപ്പോയെന്ന് വിചാരിക്കരുത്. അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ താഴത്തെ എലിപ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ ഉണ്ടെന്നായിരിക്കും. ഓക്കെ, താഴത്തെ എലിപ്സ് കംപ്ലീറ്റ് ആയി. നേരെ മുകളിലേക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരുന്നു ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 സെൻറ്റിമീറ്റർ മുകളിലെ ബോക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇതുപോലെ എലിപ്സ് വരയ്ക്കണം, അപ്പോഴാണ് സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ആവുക. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് എലിപ്സ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, നോക്കി തന്നെ വരയ്ക്കാം, കാരണം കുറച്ചധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും. വരച്ച് നോക്കുക എപ്പോഴും.
ഇവിടെ നമുക്ക് സെൻറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, മുകളിലത്തെ എലിപ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ മുകളിലത്തെ എലിപ്സും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ സിലിണ്ടറിൻ്റെ വ്യൂസ് ഏകദേശം കംപ്ലീറ്റ് ആയി. ടാൻജൻറ്റോട് വരച്ച് കഴിയുമ്പോൾ സിലിണ്ടർ കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് അതിൻ്റെ മുകളിലെ സോളിലേക്ക് പോവാം. അതിൻ്റെ മുകളിലുള്ളത് ക്യൂബാണ്. ഇപ്പോൾ ക്യൂബിനെ നമുക്കൊരു ബോക്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ക്യൂബ് സ്ക്വയർ തന്നെയാണ്. ഓക്കെ, ഈ സ്റ്റെപ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ 1 2 3 4 കൊടുത്തു. നെക്സ്റ്റ് അടുത്ത ബോക്സിന് 5 6 7 8 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം താഴത്തെ 1 2 3 4 തന്നെ ആയിരിക്കും മുകളിലും വരിക. അടുത്ത സ്റ്റെപ്പിൽ വരുന്ന ഈ 1 2 3 4ന് റിലേറ്റീവ് ആയിട്ട് 5 6 7 8 ലൊക്കേറ്റ് ചെയ്യണം. അതായത് ഈ 1 2 3 4ൻ്റെ അകത്ത് അടുത്ത ബോക്സ് വരയ്ക്കണം 5 6 7 8 എന്നുള്ളത്. അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സിലിണ്ടറിൻ്റെ സർക്കിളിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അതായത് സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ സർക്കിളാണ് അതിൻ്റെ ബോക്സ്. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് 1 അറിയാം. 1ൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് ഈ ഇവിടെ നമ്മൾ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഈ ലൈൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം. ഇത് നേരെ വന്ന് മീറ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻസ് വരയ്ക്കാം. അപ്പോൾ 2 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുകയാണ് 2 3യിലുള്ള ഡിസ്റ്റൻസ് ആണത്. ഇപ്പോൾ 2 3യിൽ ഇവിടെ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഈ സെയിം ഡിസ്റ്റൻസ് ആണ് ഇവിടെയും വരിക. ഓക്കെ, സിമിലർ ആയതുകൊണ്ട് ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ഓക്കെ, അപ്പോൾ അത്ര ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി 1 2യിലെ ഡിസ്റ്റൻസ് കൂടെ വേണം. 1 2യിലും സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എല്ലാം കുറച്ചധികം പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തു. ഇനിയാണ് നമ്മൾ ബോക്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ബോക്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി അകത്തെ ബോക്സ് വരയ്ക്കാനാണ് നമ്മൾ ഈ ലൈൻസ് എക്സ്ട്രാ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ലൈൻ മാർക്ക് ചെയ്ത് മാറിപ്പോയി. താഴെയാണ് മാർക്ക് ചെയ്ത്, ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അകത്തെ ചെറിയൊരു ബോക്സ്, അത് 1 2 3 4 എന്നുള്ള വലിയ ബോക്സും അകത്തെ 5 6 7 8 5 6 7 8 ഇതാണ്. ജസ്റ്റ് ഞാൻ ഡാർക്കായി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അകത്തെ ബോക്സ്. ഓക്കെ, ഇപ്പോൾ താഴത്തെ സ്ക്വയറിൻ്റെ ബേസ് കംപ്ലീറ്റ് ആയി. അതായത് ക്യൂബിൻ്റെ ബേസ് കംപ്ലീറ്റ് ആയി. ക്യൂബിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യണം. ക്യൂബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നേരെ മുകളിലേക്ക് 3.7 മാർക്ക് ചെയ്യണം. ശ്രദ്ധിച്ച് വേണം മാർക്ക് ചെയ്യുന്നത്. ക്യൂബ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ക്യൂബിൻ്റെ 4 എൻഡ് പോയിൻറ്റ്സിൽ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ക്യൂബിൻ്റെ എൻഡ് ഫസ്റ്റ് എൻഡ് എന്നാണ് വേണ്ടത്. ബോക്സിൻ്റെ എൻഡ് നോക്കിയാൽ മതി. 3.7 ആണ് വേണ്ടത്.
5, 6, 7 എന്നുള്ള എല്ലാ പോയിന്റിൽ നിന്നും നമുക്ക് 3.7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 4 പോയിന്റ് കിട്ടി. ഇപ്പോൾ മുകളിലത്തെ ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായി, ക്യൂബിൻ്റെ ഐസോമെട്രിക് വ്യൂവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഡാർക്ക് ആക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പോൾ നമ്മൾ വേണം ഇപ്പോൾ ഡാർക്ക് ആക്കി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഇപ്പോൾ ഡാർക്ക് ആക്കാത്തത്. കാരണം ക്യൂബിൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യൂബിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സിലിണ്ടറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ക്യൂബിൻ്റെ കംപ്ലീറ്റ് ആയി. ഇനി ക്യൂബിൻ്റെ മുകളിൽ അകത്തെ ബോക്സ് ആയിരിക്കണം. അകത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡിൻ്റെ ബോക്സ്. അപ്പോൾ ഇത് 5, 6, 7 ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ബോക്സിനും വേണമെങ്കിൽ നെയിം കൊടുക്കാം. അതിന് മുമ്പ് അത് മാർക്ക് ചെയ്യാൻ വേണ്ടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് തൊട്ടടുത്ത റെഫറൻസ് ബോക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് 5, 6, 7 എന്നുള്ള ബോക്സ് ഓൾറെഡി ഉണ്ട്. ഇനി അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ചെറിയ ബോക്സ് വേണം. എന്തെങ്കിലും പേര് കൊടുക്കാം. പേര് കൊടുക്കാതിരിക്കുക. എന്തായാലും നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂറ്റി നമ്പരോ എന്തെങ്കിലും നെയിം ഇട്ട് വേണം ഡിഫൈൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. സ്ക്വയർ തന്നെയാണ്, അപ്പോൾ ഒരൊറ്റ ഡിസ്റ്റൻസ് എടുത്താൽ മതി. വരച്ചപ്പോൾ ചെറിയ ഡിഫറൻസ് വന്നെങ്കിൽ സെയിം ആയിരിക്കും ഡിസ്റ്റൻസ്. സെൻറ്റർ സെയിം ആണ്, സ്ക്വയർ ആണ് രണ്ടും, അപ്പോൾ ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോ പോയിന്റിൽ നിന്നും മാർക്ക് ചെയ്യണം. ഈ ഒരു ഡിസ്റ്റൻസ് എടുത്ത് 7 മാർക്ക് ചെയ്തു. സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് എല്ലായിടത്തും സെയിം ആയിട്ട് എടുക്കുന്നത്. കാരണം രണ്ട് സ്ക്വയർ ആണ്. നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ വരച്ചപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ മൈനോട്ട് വരുന്ന കാരണമാണ് അവിടെ ഒരു ഡിഫറൻസ് വന്നത്. ഓക്കെ, അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ബോക്സ് വരയ്ക്കാനുള്ള ലൈൻസായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തെ ചെറിയ ബോക്സും കംപ്ലീറ്റ് ആയി. പിന്നെ 4 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് 4ആണ് അതിൻ്റെ പോയിൻറ്റ്സ്. ഇതന്നെ അതിൻ്റെ സെൻറ്ററോട് മാർക്ക് ചെയ്യും, കാരണം നമുക്ക് ആക്സിസ് പിരമിഡാണല്ലോ ഇനി വരയ്ക്കാനുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇനി വരയ്ക്കാനുള്ളത് പിരമിഡാണ്. പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3.7 സെൻറ്റിമീറ്ററാണ് പിരമിഡിൻ്റെ ഹൈറ്റ്. പിരമിഡിൻ്റെ സെൻറ്റർ ഇതാണ്. ഇവിടുന്ന് നേരെ 3.7 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വേണം വരയ്ക്കാൻ. ഇപ്പം 3.7 സെൻറ്റിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാണ് പിരമിഡിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ എൻഡ് പോയിന്റ്. ഇത് കാണുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. പിരമിഡാണ്, നമുക്ക് സൈഡിലേക്കെല്ലാം ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡാർക്ക് ആക്കുമ്പോൾ ഏകദേശം ക്ലിയർ ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് സിലിണ്ടർ വരച്ചു. ഓക്കെ, സിലിണ്ടറിൻ്റെ 2 എലിപ്സ് വരച്ചു. 2 എലിപ്സിന് ടാൻജൻറ്റ് വെച്ച് സിലിണ്ടർ കംപ്ലീറ്റ് ചെയ്തു. ദെൻ സിലിണ്ടറിൻ്റെ ബോക്സിൻ്റെ അകത്ത് തൊട്ടകത്ത ബോക്സ്, അകത്ത റെഫറൻസ് ലെങ്ത് വെച്ചിട്ട് അകത്ത ബോക്സ് ലൊക്കേറ്റ് ചെയ്തു. അത് ക്യൂബായിരുന്നു. അപ്പോൾ ക്യൂബിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത് മുകളിലത്തെ ബോക്സ് ലൊക്കേറ്റ് ചെയ്തപ്പോൾ ക്യൂബ് കംപ്ലീറ്റ് ആയി. ദെൻ ക്യൂബിൻ്റെ ബോക്സിൻ്റെ അകത്ത് സ്ക്വയർ പിരമിഡിൻ്റെ താഴത്തെ സ്ക്വയർ ബേസിൻ്റെ ബോക്സ് ലൊക്കേറ്റ് ചെയ്തു. അതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തു. പിരമിഡ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് മുകളിൽ നിന്ന് തന്നെ വിസിബിൾ ലൈൻസ് നോക്കി പോവാം. വിസിബിൾ ലൈൻസ് ഡാർക്കാക്കി മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഇതെന്തായാലും വിസിബിൾ ആയിരിക്കും. ഇവിടെ ബേസ് വിസിബിൾ ആയിരിക്കില്ല.
സോ പിരമിഡിൻ്റെ ഇത്രയും പോർഷൻ ആയിരിക്കും വിസിബിൾ ആയിട്ടുള്ളത്. ദെൻ അതിൻ്റെ പുറയിൽ ക്യൂബിൻ്റെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഈ പോർഷൻ വിസിബിൾ ആയിരിക്കില്ല, പുറത്തുള്ള ഈ പോർഷൻസ് എല്ലാം വിസിബിൾ ആയിരിക്കും. അത് നമ്മൾ ഡാർക്ക് ആക്കാൻ അതുകൊണ്ടാണ്, കാരണം ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഡാർക്ക് ആക്കാം. ഓക്കെ, ഇപ്പം ടോപ്പിൽ ഇതിൻ്റെ ബാക്കിൽ വരുന്ന പോർഷൻസ് വെച്ച് ബാക്കിയെല്ലാം വിസിബിൾ ആയിരിക്കും. ഇനി താഴെ ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഓക്കെ, അപ്പോൾ ക്യൂബിൻ്റെ ഇത്രയും പോർഷൻ വിസിബിളാണ്. ദെൻ നമുക്ക് സിലിണ്ടറിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒഴിച്ച് ബാക്കിയെല്ലാം വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇത് കോമ്പസ് കൊണ്ട് വരയ്ക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ലൈറ്റ് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ പോർഷൻ കോമ്പസ് ഉപയോഗിച്ച് ഡാർക്ക് ആക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് ഇറേസ് വരാനുള്ള സാധ്യതയുണ്ട്. മുകളിലത്തെ എലിപ്സിൽ ഇതിൻ്റെ ബാക്കിലുള്ള വെച്ച് ബാക്കിയെല്ലാം വിസിബിൾ ആയിരിക്കും. ദെൻ ടാൻജൻറ്റ് വരച്ച് ഡാർക്ക് ആക്കാം. താഴത്തതുപോലെ തന്നെ താഴത്തെ ഇത്രയും പോർഷൻ വിസിബിൾ ആയിരിക്കും. ഇനിയും വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഡോട്ടഡ് റെഡാക്കി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ കൂടെ ഡോട്ടഡ് ലൈൻസ് കൂടെ മാർക്ക് ചെയ്യാം. ഇതൊന്നും വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അവിടുത്തെ ഡോട്ടഡ് ലൈൻസ്. പിന്നെ ഈ ക്യൂബിൻ്റെ ബാക്കിലുള്ള എലിപ്സിൻ്റെ പോർഷൻ വിസിബിൾ ആയിരിക്കില്ല. ദെൻ വരുന്നത് പിരമിഡിൻ്റെ പുറകിലുള്ള ക്യൂബിൻ്റെ പോർഷൻ, പിന്നെ ക്യൂബിൻ്റെ ഈ ഒരു ബേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ റോസ്റ്റിംഗ് കംപ്ലീറ്റ് ആവുക. കുറച്ച് ലെങ്തി ഒരു വീഡിയോ ആയിരിക്കും, കാരണം ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ വരച്ചത്. എക്സാമിന് കുറച്ചുകൂടെ സ്പീഡിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, കാരണം നമ്മുടെ സ്പേസ് തന്നെ അത്രയും സ്പേസേ ഉള്ളൂ നമുക്ക്. അതിൻ്റെ അകത്ത് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കുറച്ച് കഷ്ടപ്പെട്ടു, എന്നാലും അത്യാവശ്യം നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ സമയം അധികം കൺസ്യൂം ചെയ്യാതെ വരയ്ക്കാൻ ശ്രമിക്കുക. അതായത് പെട്ടെന്ന് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഈ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക, ദെൻ അതിനെ നേരെ കൺവേർട്ട് ചെയ്ത് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് സിമ്പിളായിരുന്നു, കുറച്ചുകൂടെ സിമ്പിളായിരുന്നു നമുക്ക് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും വരച്ച് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഈ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇതിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പം പ്രിപ്പയർഡ് ആയിരിക്കണം ഇങ്ങനത്തെ വരയ്ക്കാൻ. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, പക്ഷേ കറക്റ്റായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് 4th മൊഡ്യൂളിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. അതുപോലെ ഇത് ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ചെയ്യണം പ്രോപ്പറായിട്ട്. എപ്പോഴും ഐസോമെട്രിക് വ്യൂ ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ, അതായത് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ആക്സിസ് ഈ ഒരു പോർഷൻ ഡയമെൻഷൻ ചെയ്യണം. ദെൻ ക്യൂബിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. ക്യൂബിൻ്റെ ഹൈറ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് പിരമിഡിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ദെൻ ഇവിടേക്ക് മാറി ഇതിൻ്റെ തിക്നെസ് ഇതൊക്കെ ഡയമെൻഷൻ ചെയ്യണം. അതുപോലെ ബേസ്, ഈ ഒരു ബേസും എടുത്ത് നമുക്ക് ഇതെല്ലാം ഡയമെൻഷൻ ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് എല്ലാ ഡയമെൻഷനും കാണിക്കുന്നില്ല, എന്തൊക്കെ വേണം എന്ന് ജസ്റ്റ് കാണിക്കാം. എത്രയാണ് ബേസ്? 37 37 ആയിരുന്നു ക്യൂബിൻ്റെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരുന്നു, 20. ഈ ഹൈറ്റ് 37. ഈ ഒരു ഹൈറ്റ് അതും 37 ആയിരുന്നു.
ഓക്കെ, അങ്ങനെ ഇങ്ങനത്തെ എല്ലാ ഡയമെൻഷനും ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ബേസ് നമ്മൾ ഡയമെൻഷൻ ചെയ്തില്ല, അപ്പോൾ അതും ബേസ് എന്ന് പറയുന്നത് 25 ആണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഡയമെൻഷനോട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു കോമ്പിനേഷൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു.